അഫാന്റെ വീട്ടിൽ നിന്നും ടിൻഡുദാസ് ചേരുന്നുണ്ട്. ടിൻഡു, കൃത്യമായ പ്ലാനിങ്ങിലൂടെ നടത്തിയ കൊലപാതകങ്ങളാണ്. എന്താണ് അവിടെ നാട്ടുകാരിൽ നിന്നും അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? അക്ഷയ, ഞാനിപ്പോൾ നിൽക്കുന്നത് അഫാൻ ക്രൂരമായിട്ടുള്ള കൊലപാതകം നടത്തിയ അഫാന്റെ സ്വന്തം വീട്ടിന് മുന്നിലാണ്. ഒരുപക്ഷെ ഇന്നലെ ഈ പ്രഭാതം ഇവിടെ ഇങ്ങനെയല്ലായിരുന്നു. വളരെ സന്തോഷത്തോടെയുള്ള ഒരു കുടുംബമായിരുന്നു. ആ കുടുംബത്തെയാണ് ഇന്നലെ ഒരു ദിവസം കൊണ്ട് അഫാൻ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കിയത്. സ്വന്തം ക്യാൻസർ രോഗിയായിട്ടുള്ള അമ്മയെ ആക്രമിച്ചുകൊണ്ടാണ് കൊലപാതക പരമ്പരയിലെ ആദ്യ കൊലപാതകം അഫാൻ നടത്തുന്നത്. ഈ അമ്മയുടെ തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിച്ചതിനു ശേഷം അമ്മ മരിച്ചു എന്ന് കരുതി ഈ വീട്ടിലെ വീടടച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു. അവിടെ നിന്നും പാങ്ങോടുള്ള ഉമ്മുമ്മായുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ഉമ്മുമ്മായോട് ഈ സ്വർണം പണയം വെക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. അവിടെ വെച്ച് തർക്കം നടന്നു എന്ന് കരുതപ്പെടുന്നുണ്ട്. അതിനുശേഷം ഉമ്മുമ്മായെ അവിടെ വെച്ച് കൊലപ്പെടുത്തുന്നു. പിന്നീട് ബാപ്പയുടെ സഹോദരന്റെ വീടായിട്ടുള്ള ചുള്ളാളത്തേക്ക് പോകുന്നു. അവിടെ ചുള്ളാളത്ത് ബാപ്പയുടെ സഹോദരനെയും സഹോദരന്റെ ഭാര്യയെയും കൊലപ്പെടുത്തുന്നു. അവിടെ വെച്ച് കാമുകിയായിട്ടുള്ള ഫസാനയെ സ്വന്തം വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു. പിന്നീട് തിരികെ വന്ന് സ്വന്തം ബൈക്കിലാണ് പോകുന്നത്. ഈ വീട്ടിൽ തന്നെ തിരികെ വന്നതിന് ശേഷം ഇവിടെ വെച്ച ഈ വീടിന്റെ മുകളിലെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്ന ഫസാനയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുന്നു. അതിനുശേഷം സ്വന്തം അനിയൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയൻ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് വാതിൽ തുറക്കുമ്പോൾ തന്നെ അനിയനെയും ചുറ്റിയക്ക് അടിച്ച് കൊലപ്പെടുത്തുന്നു. അപ്പോൾ അതിദാരുണമായിട്ടുള്ള കൊലപാതകങ്ങളാണ്, അല്ലെങ്കിൽ അതിക്രൂരവും പൈശാചികമായിട്ടുള്ള കൊലപാതക പരമ്പരയാണ് ഇന്നലെ ഈ വെഞ്ഞാറമൂട് നാടിനെ നടുക്കിയത്. 6 പേരെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി ആക്രമിക്കുന്നു. അതിൽ 5 പേര് മരണപ്പെടുന്നു. ഒരാള് അഫാന്റെ ഉമ്മ ഗുരുതര പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ തുടരുന്നുണ്ട്. അതിനുശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും താൻ 3 പേരെ കൊലപ്പെടുത്തിയിട്ടാണ് വരുന്നത്, 3 പേരെ ആക്രമിച്ചിട്ടുണ്ട്, അവരെ നിങ്ങൾ എത്തുമ്പോഴേക്കും അവർ മരണപ്പെട്ടിരിക്കുമെന്ന് കുറ്റസമ്മതം നടത്തുന്നത്. അതിനുശേഷം അഫാൻ ഈ എലിവിഷം കഴിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയും കീഴടങ്ങുകയും ചെയ്യുന്നത്. അതിനുശേഷം അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ അഫാൻ ചികിത്സയിലാണ്. അപ്പോൾ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ അഫാനും അതോടൊപ്പം തന്നെ അഫാന്റെ കുടുംബാംഗങ്ങൾക്കും, അതായത് ബാപ്പ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾക്കും സാമ്പത്തിക ബാധ്യതകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അഫാൻ നൽകുന്ന മൊഴി പ്രകാരം ബാപ്പയ്ക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനായിട്ട് സ്വന്തം ബാപ്പയുടെ സഹോദരനോട് പണം ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ അവരാരും ഇത്തരത്തിൽ സഹായിച്ചില്ല. അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ ഇവരാരും ജീവിക്കേണ്ട എന്ന് കരുതിയാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് കടക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തം കാമുകി, അതോടൊപ്പം തന്നെ ഈ അനിയൻ, ഇവരെ 2 പേരെയും കൊലപ്പെടുത്തിയത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, ഇവരാരും ഇനി ഒരുപക്ഷെ ഞാൻ മരണപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇത്തരത്തിൽ കുറ്റം ചെയ്തിട്ട് ജയിലിൽ പോവുകയാണെങ്കിൽ ഇവർക്ക് ആരുമില്ല എന്നൊരു ചിന്തയിലൂടെയാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് കടക്കുന്നത് എന്നാണ് അതായത് അഫാൻ മൊഴി നൽകിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഒരുപക്ഷെ ഇന്നലെ ഈ വെഞ്ഞാറമൂട് നടന്നത്. ഒരുപക്ഷെ പോലീസ് അറിയുന്നത് തന്നെ അഫാൻ ചെന്ന് നേരിട്ട് മൊഴി കൊടുത്തതിന് ശേഷമാണ് പോലീസ് ഉൾപ്പെടെ ഈ വിവരം അറിയുന്നത്. അപ്പോൾ ഇത്രയും ഒരു ഇടുങ്ങിയ സ്ഥലത്ത്, അതായത് അടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട്, അതോടൊപ്പം തന്നെ അടുത്ത് ആൾതാമസമുള്ള പ്രദേശമാണ്. അവിടെയൊക്കെ ഇത്രയും ദാരുണമായിട്ടൊരു കൊലപാതകം നടന്നിട്ട് അഫാൻ പുറത്തു പോയി പറയുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അഫാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പറയുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പുറം ലോകം അറിയുന്നതാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ 16 കിലോമീറ്റർ ചുറ്റളവിനുള്ളിലാണ് അഫാൻ 5 കൊലപാതകങ്ങളും ചെയ്തിട്ടുള്ളത്. ഒരു കുടുംബത്തിൽപ്പെട്ട ആളുകളെയാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്തിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ പ്രദേശത്തുള്ളവരൊക്കെ ഇന്നലെ ഇവിടെ നല്ല ആളുണ്ടായിരുന്നു, ഇന്നലെ ഇവിടെ നല്ല ആളും ബഹളമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഏതാണ്ട് രാവിലെയായി വരുന്നതേ ഉള്ളൂ, പ്രദേശത്തൊക്കെ ആൾക്കാർ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു
ക്രൂരവും പൈശാചികമായ കൊലപാതകം നമുക്ക് ആളുകളോടൊക്കെ തന്നെ ഈ കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. എന്തായാലും പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി വരികയാണ്. അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഇനി അതായത് കൂടുതൽ മൊഴികളും കൂടുതൽ വിവരങ്ങളും ഒക്കെ ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വളരെ പൈശാചികമായിട്ടൊരു കൊലപാതകം. ആ കൊലപാതകത്തിൽ നമുക്ക് നാട്ടുകാരുടെ പ്രതികരണം തേടാം. ഇവിടെയാണോ താമസിക്കുന്നത്? ഈ സംഭവം ഞങ്ങളൊരു 6-6:30 ആകുമ്പോഴാണ് സംഭവം. പോലീസ് ഇവിടെ വന്ന് ഫയർഫോഴ്സ് ഒക്കെ വന്നപ്പോഴാണ് ഞങ്ങൾ അറിയണത് പോലെ സംഭവം. ഇവിടെ ഇങ്ങനെ ഇത്തരത്തിൽ ബഹളങ്ങളൊക്കെ ഉണ്ടാവുന്നത് പതിവാണ്? ഇല്ല. ബഹളങ്ങളൊക്കെ ഇല്ലാത്തവർ വീണ്ടും പോലീസ് വരുമ്പോഴാണ് പരിസരം. ഇതൊരു പോലീസ് ഓഫീസറാണ്. ഇദ്ദേഹം ഇപ്പോൾ ഇവിടെ നിന്നപ്പോൾ നമ്മളൊരു കൂട്ടുകാരൻ വിജിലൻസ് പോലീസ് ഓഫീസറാണ്. അവരെ ഇവിടെ പൊതുവിൽ അദ്ദേഹം ഒരു ഇദ്ദേഹമാണ്. അവനങ്ങനെ വേറെ വിഷയങ്ങളൊന്നുമുള്ള ഏരിയ ഒന്നുമല്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല കാഴ്ച നമ്മളെപ്പോഴും കാണുന്നവരാണ്. അഫാനെ പരിചയമുള്ളതാണ്. നമ്മൾ മകൻ്റെ കൂടെയൊക്കെ അവിടെ എപ്പോഴും അവിടെ കടയിലൊക്കെ വന്ന് പോകുന്ന പാർട്ടിയാണ് ഇടയ്ക്കിടയ്ക്ക്. അഫാൻ ജോലിയാണോ പഠിക്കുകയാണോ? അവൻ പഠിക്കുകയാണ്. അപ്പോൾ അവൻ്റെ വാപ്പയുടെ അടുത്തൊക്കെ പോയിട്ട് ഉമ്മായും അവനും അവൻ്റെ അനിയനൊക്കെ പോയി വന്ന ലീവിനൊക്കെ ഒരു വിസിറ്റിംഗ് വിസയിലൊക്കെ പോയിട്ട് വന്നതാണ്. അവൻ്റെ ഇടപെടലൊക്കെ നല്ല ഇതാണ്. നമ്മൾ ആൾക്കാരുമായിട്ടൊക്കെ വളരെ കൂടുതൽ സംസാരിക്കുകയൊന്നുമില്ല. കൊണ്ട് ചിരിച്ചു പോകുമെന്നുള്ളതാണ്. പെൺകുട്ടിയായിട്ട് കല്യാണം പെൺകുട്ടി അതാണെന്ന് നമുക്കറിയാം. ഇവിടെ ഒരു കുട്ടി വന്നു എന്ന് പറയുന്നത്. പക്ഷെ ഇത് ലാസ്റ്റിലാണ് ഞങ്ങൾ അറിയണത് ഇതൊരു ഇവിടെ ഉള്ളതാണെന്നൊക്കെ പിന്നെയാണ് അറിയണത്. ഇതിലൊരു പെൺകുട്ടി വരുന്നതൊന്നും അറിയില്ല. ഇല്ല അങ്ങനെ അതിനെ പറ്റി വീട്ടുകാരെങ്ങനെയാണ്? നല്ല ഇതാണ്. നല്ലൊരു പരിസരവാസികളുമായിട്ടൊക്കെ എല്ലാം നല്ല കൊച്ചിലെ നമ്മൾ അറിയുന്ന ആൾക്കാരല്ല ഉള്ള അങ്ങനെ. ഇപ്പൊ ഈ ഉമ്മയുടെ ആരോഗ്യനിധി അവര് ക്യാൻസർ പേഷ്യൻ്റാണ്. അത് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയില്ല. അവര് എന്താണെന്നുള്ളത് അറിയില്ല നമുക്ക്. വേറെ കുടുംബമൊന്നും വേറെ പ്രശ്നമുള്ള കുടുംബം അല്ലല്ല നമ്മള് കൊച്ചിലെ കാണുന്നതാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽ കുടുംബമൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നമുള്ള കുടുംബമല്ല. കാരണം ഈ ആൾക്കാരുമായിട്ടൊക്കെ വളരെ നല്ല രീതിയിൽ സഹകരിച്ച ആൾക്കാരുമായിട്ടൊക്കെ നല്ല രീതിയിൽ സഹകരിച്ച് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു കുടുംബമാണ് ഇവർ. ഈ വീടിൻ്റെ പരിസരത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഈ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന വളരെ ഒരു അത്യാവശ്യം നല്ലൊരു പ്രദേശം, അത്യാവശ്യം നല്ല രീതിയിൽ താമസിക്കുന്ന ആൾക്കാരുള്ള പ്രദേശമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആൾക്കാരോടൊക്കെ നല്ല രീതിയിലാണ് അഫാൻ പെരുമാറിക്കൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ അധികം സംസാരിക്കുന്ന പ്രകൃതക്കാരനല്ല. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ കൊലപാതകം നടക്കുന്ന സമയത്ത്, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഏതാണ്ട് 16 കിലോമീറ്റർ ചുറ്റളവിനുള്ളിലാണ് ഈ കൊലപാതകം നടക്കുന്നത്. അപ്പോൾ അഫാൻ ഈ കൊലപാതകങ്ങളൊക്കെ നടത്തുന്നത് സ്വന്തം ബൈക്കിൽ പോയാണ് ഈ കൊലപാതകം നടക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഈ KL 21Z9116 എന്ന് പറയുന്ന ഈ ബൈക്കാണ്. ഈ ബൈക്കിലാണ് അഫാൻ ഉമ്മയെ ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഉമ്മയെ തലയ്ക്ക് ചുറ്റിയോണ്ട് തലയ്ക്കടിച്ചതിന് ശേഷം ഈ ബൈക്കിലാണ് പാങ്ങോട് പോയി ഉമ്മുമ്മയെ കൊലപ്പെടുത്തുന്നത്. അതിനുശേഷമാണ് അവിടെ നിന്നും ചുള്ളാളത്തേക്ക് പോയി വാപ്പയുടെ സഹോദരനെയും വാപ്പയുടെ സഹോദരൻ്റെ ഭാര്യയെയും കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം ഈ വാഹനത്തിൽ തിരികെ ഇങ്ങോട്ടേക്ക് പേരുമലയിലേക്ക് വന്നതിന് ശേഷം അപ്പോൾ ഇവിടെ തൻ്റെ കാമുകി ഫസാന അല്ലെങ്കിൽ സുഹൃത്ത് ഫസാന ഉണ്ടായിരുന്നു. ഫസാനയ്ക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ഭക്ഷണം വാങ്ങിക്കൊടുത്തതിന് ശേഷം സംസാരിച്ചതിന് ശേഷം ഫസാനേനെയും കൊലപ്പെടുത്തിയതിന് ശേഷം അതിനുശേഷം ഏതാണ്ട് 4:30 മണിയോടുകൂടി സ്വന്തം അനിയൻ വെഞ്ഞാറമൂട് സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടെ നിന്നും വിദ്യാഭ്യാസം അല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് വാതിൽ തുറക്കുന്ന സമയത്ത് ആ കുഞ്ഞനിയനെയും കൊലപ്പെടുത്തുന്നു. അപ്പോൾ ഈ കൊലപാതകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 6 കൊലപാതകം നടത്തിയെന്നാണ് പോലീസിന് മൊഴി കൊടുത്തിട്ടുള്ളത്. അതിൽ ഉമ്മ മാത്രം തലയ്ക്ക് ഗുരുതര പരിക്കുകളോടുകൂടി ഗോകുലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ബാക്കി 5 പേരെയും കൊലപ്പെടുത്തിയിട്ടുണ്ട്. പൂർണ്ണമായും കൊന്നതിന് ശേഷം മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് അഫാൻ. അപ്പോൾ അഫാൻ ഈ കൊലയ്ക്ക് ഉള്ള ഒരു മോട്ടീവ് അല്ലെങ്കിൽ ഒരു കാരണം എന്താണെന്ന് ഇതുവരെ അഫാൻ പോലീസിന് മൊഴി കൊടുത്തിട്ടില്ല. പോലീസിന് കൊടുത്ത
മൊഴിയിൽ പോലീസ് തൃപ്തിയുമല്ല. കാരണം 16 കിലോമീറ്ററിനുള്ളിൽ 5 കൊലപാതകങ്ങൾ ഒരു പരമ്പരയായി ഒരു ദിവസം തന്നെ നടത്തുക എന്ന് പറയുമ്പോൾ അത് കുടുംബത്തെ മൊത്തം കടബാധ്യതയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അതിക്രൂരമായിട്ട് വെട്ടിയും അതോടൊപ്പം തന്നെ തലയ്ക്ക് ഹാമർ കൊണ്ട് തലയ്ക്കടിച്ചും ഒക്കെയാണ് അഫാൻ ഈ കൊലപാതകം ചെയ്തേക്കുന്നത്. ഒരു കുടുംബത്തെ സംരക്ഷിക്കപ്പെടാനാണെങ്കിൽ അല്ലെങ്കിൽ അഫാൻ ഇത്രയും അതിക്രൂരമായിട്ടൊരു കൊലപാതകം ചെയ്യേണ്ട കാര്യമല്ല. ഈ ക്രൂരതയോടുകൂടി കൊലപാതകം ചെയ്യുന്നത് ഏത് ഘട്ടത്തിലാണ്, ഏത് ചിന്താഗതിയിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് വിശദമായിട്ട് ഈ സംഭവത്തിൽ പോലീസ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ അഫാന്റെ മൊഴിയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം തുടരുന്നത്. ഈ കാമുകിയെ കൊലപ്പെടുത്തിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാമുകിയുടെ തല അതായത് നെറ്റിയുടെ ഭാഗത്തിൽ നിന്നും ഹാമർ കൊണ്ട് അടിച്ച് ഇളക്കിയാണ് കൊലപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതായത് ക്രൂരമായിട്ട് അതിക്രൂരമായിട്ടാണ് ഈ 5 പേരെയും കൊലപ്പെടുത്തിയിരിക്കുന്നത്.